നമസ്കാരം. എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ സ്വിച്ച് ബോർഡിൽ ഷോക്ക് അടിക്കുക. അതായത് സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ഷോക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീട്ടുകാർ ഇതുപോലെ പറഞ്ഞ് അങ്ങനെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കുമ്പോൾ ഷോക്ക് വരുന്നുണ്ട്, ഞങ്ങൾ തുണി വെച്ചിട്ടാണ് ഓൺ ഓഫ് ആക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി നോക്കിയപ്പോൾ ഉള്ള അവസ്ഥ എന്താ വെച്ചാൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ആ സ്വിച്ച് ബോർഡിലുള്ളത്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് വരെ ഷോക്ക് അടിക്കും. അത്രയും നല്ല പവറിൽ, ചെറുതായാലും വലുതായാലും ഷോക്കൊക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ അത്ര പവറിൽ വരുന്നുണ്ട്. ചെറിയ കുട്ടികൾ പറയാൻ കാരണം താഴത്തുള്ള സ്വിച്ച് ബോർഡ് ഉണ്ടാകുക. അപ്പോൾ അവർ വലിയ ആളുകൾക്ക് അത്ര ഒരു ഇതുണ്ടാവില്ലല്ലോ. അവർ ചിലപ്പോൾ കളിച്ച് ചിലപ്പോൾ വെള്ളം ഒക്കെ നനഞ്ഞ് വരുന്ന സമയത്തൊക്കെയാണ് ഇതിന് പിടിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ഈ വീടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു RCCB ഇല്ല, നിലവിലില്ല. അപ്പോൾ RCCB ഇല്ലാത്തൊരു കാരണം കൊണ്ട് പിന്നെ നമുക്ക് ഷോക്ക് അടിച്ചാൽ പോലും ഒരു ട്രിപ്പ് ആകാനുള്ള സംവിധാനമില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനെ കരുവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു RCCB മാറ്റാനുള്ള ഒരു തീരുമാനമുണ്ട്, RCCB വെക്കാനുള്ള പുതിയതായിട്ടോ. അപ്പോൾ പഴയ വയറിങ്ങാണ്. അപ്പോൾ ഈ ഒരു ഏത് തരം സ്വിച്ചാണ് നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടൈപ്പ് നമ്മളെ അലൈൻ ഷീറ്റിലേക്ക് വെക്കുന്ന, കുറേ മുന്നത്തെ അലൈൻ ഷീറ്റിൽ വെക്കുന്ന സ്ക്രൂ ടൈപ്പ് സ്വിച്ചുകളാണ്. അപ്പോൾ ഈ സ്ക്രൂ ടൈപ്പ് സ്വിച്ചിൻ്റെ പ്രത്യേകത കാലപ്പഴക്കം കൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് അതിന് നമുക്ക് ഷോക്കൊക്കെ വരും. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഞങ്ങൾ പരിഹരിച്ചതെന്ന് നോക്കാം, നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. പിന്നെ ഇതിന് മുന്നേ കാണുന്നതിന് കൂടുതൽ നിങ്ങളൊന്ന് ആദ്യമായിട്ട് കാണുന്ന, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കണ്ട. നമ്മൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീട്ടിൽ സ്വിച്ച് ബോർഡിൽ ഷോക്ക് അടിക്കേണ്ടത് കണ്ടിട്ട് നോക്കാൻ വന്ന കേട്ടോ. സ്വിച്ച് ബോർഡിൽ അതായത് ഫാൻ്റെ ലൈറ്റ് സ്വിച്ച് ഇട്ടാലും ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടാലും ഒക്കെ ഷോക്ക് അടിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ കണ്ടില്ല, ഇതാണ് അവസ്ഥ. എങ്ങനെ ഷോക്ക് അടിക്കാൻ വെക്കും? ഫുള്ള് കറണ്ട് പാസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കറണ്ട് സ്വിച്ചിലും പ്ലേറ്റിലും പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പഴയ കാലത്ത് ആ അലൈൻ ഷീറ്റിൽ കട്ട് ചെയ്ത് വെക്കണ ആ സ്വിച്ച് ഉണ്ടല്ലോ, പഴയ മോഡല്, അതായത് സ്ക്രൂ ടൈപ്പ് സ്വിച്ചുകൾ നമ്മൾ കുറേ മുന്നേ ചെയ്ത് ഇത് കണ്ടില്ലേ, ഈ തരം സ്വിച്ചുകളാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടിൽ ഇതുപോലെ സ്വിച്ചുകളുണ്ടോ എന്ന് നോക്കുക. നമ്മളെ പ്രേക്ഷകരായ ആളുകളെ വീട്ടിൽ ഇതുപോലത്തെ സ്വിച്ചുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കണം. 100% തന്നെ പറയാം, 100% നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരാം. കാരണം പെട്ടെന്നൊന്നും വരില്ല, കാലപ്പഴക്കം കൊണ്ട് വരുന്ന കേസാണ്. അത് കൂടുതൽ ഉപയോഗമുള്ള സ്വിച്ചുകൾ പറഞ്ഞാൽ നമ്മളെ കയ്യിൻ്റെ പിന്നെ അതുപോലെ എന്താ പറയുക, കയ്യിൻ്റെ നമ്മളെ എണ്ണമയക്കൊക്കെ ഉണ്ടാവും, കയ്യുമ്പോൾ എണ്ണമയക്കുണ്ടാവും. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കുമ്പോഴൊക്കെ ആ എണ്ണമയക്കൊക്കെ അതിന്മേൽ തട്ടി കറ വന്ന്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളെ പഴയ സ്വിച്ചുകളിലൊക്കെ ഒരു കറ വന്നിട്ട് അതിൽ ഒരു അടയാളം വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഈ കറ വന്ന് ലാസ്റ്റ് അതിൽ ഈർപ്പം എണ്ണമയക്കൊക്കെ അതിൽ കോണ്ടാക്റ്റിലേക്ക് ഇറങ്ങി അങ്ങനെ സ്വിച്ച് മൊത്തത്തിൽ ഷോക്ക് വരും. പഴയ കാലത്തെ സ്വിച്ചിന് ഇപ്പോഴത്തെ ടെക്നോളജി എന്നല്ലല്ലോ അന്ന്. ഇപ്പോഴത്തെ സ്വിച്ചുകളിലൊന്നും ഇതുപോലെ കറൊന്നും വരില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു റൂമിലൊക്കെ വന്ന് കണ്ടില്ല, അത്യാവശ്യം വെളിച്ചമില്ല. സ്വിച്ചൊന്നും ഞാൻ ഓണാക്കിയിട്ടില്ല. വന്നപ്പോൾ തന്നെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ഓണാക്കി വെക്കാം. അല്ലെങ്കിൽ വേണ്ട, കൈ കൊണ്ട് ഓണാക്കണ്ട. കറണ്ട് ഏതൊരു ഇലക്ട്രീഷ്യനും ഷോക്ക് അടിക്കും. അപ്പോൾ ഷോക്ക് അടിക്കുക നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടല്ലോ, അറിയാതെ അടിക്കണമാരില്ലല്ലോ. നമ്മൾ ഷോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ടെസ്റ്റ് കൊണ്ടൊന്ന് ഓണാക്കി. പിന്നെ അപ്പോൾ കണ്ടില്ല ബ്രൈറ്റ്നസ്. ഇനി ഓഫാക്കി നോക്കുമ്പോഴുള്ള ഒരിത് നോക്കി, വലിയൊരു മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതായത് ലൈറ്റുകൾ മങ്ങി കത്തുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ അതിലൊരു ഒരു കാരണം പറഞ്ഞത് ഞാൻ സ്വിച്ച് വഴിയും വരാമെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വിച്ച് വഴിയും എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസ് പറഞ്ഞാൽ സ്വിച്ചസ് മാറ്റുക. സ്വിച്ച് മാറ്റുമ്പോൾ മൊഡ്യൂൾ ടൈപ്പ് സ്വിച്ചുകൾ വെക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അത് മെറ്റൽ ബോക്സ് അല്ലല്ലോ, PVC അല്ലേ. അപ്പോൾ PVCയിൽ എങ്ങനെ മൊഡ്യൂൾ ടൈപ്പ് വെക്കുക? നമ്മൾ ഇതുപോലെ തന്നെ ഈ റോൾട്ടൻ്റെ, അതായത് കെറ്റ്കോൻ്റെ റോൾട്ടൻ എന്ന മോഡലിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. വേറെ ഏത് കമ്പനി വരുന്നുണ്ടറിയില്ല, ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇങ്ങനത്താണ്, വുഡി പ്ലേറ്റ് എന്ന് പറയും. ആ പ്ലേറ്റ് വാങ്ങിയിട്ട് അതിലേക്ക് ഗോൾഡ് മോഡൽ കർവിൻ്റെ സ്വിച്ചുകൾ നമുക്ക് സൂട്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗോൾഡ് മോഡൽ കർവിൻ്റെ സ്വിച്ചുകൾ ഈ ഒരു പ്ലേറ്റിൽ നമ്മൾ സൂട്ടാക്കിയിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ തന്നെ കറ പിടിച്ച ഇതുപോലത്തെ പഴയ മോഡൽ സ്വിച്ചുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റുക, നന്നായിരിക്കും കേട്ടോ. അപകടം വരുന്നതിൻ്റെ മുന്നേ നമുക്ക് അതൊക്കെ മാറ്റേണ്ടത് നന്നാവും. നിങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഒരു അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് അതുപോലെ തന്നെ പിന്നെ മുന്നോട്ട് പോവുക. അതായത് മെറ്റൽ ബോക്സ് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്വിച്ചുകളും പ്ലേറ്റും സ്വിച്ചൊക്കെ നിങ്ങൾക്ക് കൈ സൂട്ടാക്കുക. ഇതിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പേ പറ്റുള്ളൂ കേട്ടോ.
അപ്പോൾ പറഞ്ഞു ഇതിപ്പോൾ നമുക്ക് മെറ്റൽ ബോക്സ് വെക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഈ വീട്ടിൽ RCCB എന്ന് പറഞ്ഞ സാധനം ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ട്രിപ്പാകാതെ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് RCCBൻ്റെ ഒരു ഉപയോഗം കൂടി മനസ്സിലാക്കുക ഈ ഒരു വീഡിയോയിലൂടെ. അതായത് നമുക്ക് ഷോക്ക് അടിച്ചാലും ഇവിടെ ഓഫ് ആകാനുള്ള ഒരു സംവിധാനം നമുക്കില്ല, RCCB എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ നമ്മൾ അത് വെക്കാൻ ഇവിടെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു സ്വിച്ച് ബോർഡ് മാറ്റി, പഴയ സ്വിച്ച് ബോർഡ് മാറ്റി പുതിയതിലേക്ക് മാറിയപ്പോൾ ഉള്ളൊരു ഒരു അവസ്ഥ ഇതാണ്. ഇവിടെ അതിനൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻഡക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ നിന്നു. പിന്നെ സ്വിച്ച് കാണാനും ഭംഗിയുണ്ട്. ഇതൊരു ബൾബിൻ്റെ ഒരു ഇൻഡക്ഷൻ മാത്രം കേട്ടോ. പിന്നെ പഴയ വയറിങ് കൊണ്ടാണ് അതിൻ്റെ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. പിന്നെ അതാ ഇതിലൊക്കെ ഈ ബൾബിലൊന്നും ഇപ്പോൾ നമ്മൾ പഴയ മാതിരിക്കുള്ള ഇൻഡക്ഷൻ വന്നിട്ടില്ല. ഇതിൻ്റെ സ്വിച്ച് ഈ 2-in-1 അടുത്തേക്കുന്ന സ്വിച്ചാണ് കേട്ടോ. പഴയ കാലത്ത് അവർ കൊടുത്ത അതേ വർക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവർക്ക് അവിടെ മെറ്റൽ ബോക്സ് മാറ്റാനുള്ള സമയമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തത്. പിന്നീട് ഒരു മാറ്റം വരുത്തുമ്പോൾ അതൊക്കെ മാറ്റുന്നതായിരിക്കും. കാരണം ഈ റൂമൊക്കെ പഴയ റൂമൊക്കെ ഞാൻ വരികയാണ്, നേരത്തെ വന്ന അതേ റൂമൊക്കെയാണ്. ഇപ്പോൾ ഇരുട്ടാണ്, നമ്മൾ സ്വിച്ച് ഓൺ ആക്കി അപ്പോൾ മാത്രമാണ് വെളിച്ചം വന്നത്. അപ്പോൾ അവിടെ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സംഗതി തന്നെ അപ്പോൾ അവിടെ ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഓഫാക്കി, സ്വിച്ച് ലൈറ്റ് ഓഫായി. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.